വാർത്തകളിലേക്ക്. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന തരികിട സാബു. തനിക്കെതിരെ രാമകൃഷ്ണൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മണിയുടെ മരണം വിറ്റ് കാശാക്കുകയാണ് രാമകൃഷ്ണനെന്നും സാബു പറഞ്ഞു. രാമകൃഷ്ണൻ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ലേ? എന്നിൽ നിന്ന് മൊഴിയെടുത്ത അതേപോലെ രാമകൃഷ്ണനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പൊ ഞാനും രാമകൃഷ്ണൻ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? പിന്നെ എങ്ങനെയാ പ്രതികളുടെ പേരിലെന്ന് പറഞ്ഞിട്ട് എന്റെ പേര് എടുത്തു പറയുന്നത്? രാമകൃഷ്ണൻ പ്രതിയല്ലേ? അങ്ങനെയാണെങ്കിൽ രാമകൃഷ്ണൻ ഞാനും ലീഗലി ഒരേപോലെ നിൽക്കുന്ന ആളുകളാ. രണ്ടുപേരുടെ പേരിലും സംശയങ്ങളുണ്ട്, ആളുകൾ ഉന്നയിച്ചു. ഞാൻ സസ്പെക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ സംശയമുണ്ട് എന്ന് പറയുന്നു. അതൊരു വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നു. ഈ വ്യാജ സന്ദേശത്തിന് പിന്നിൽ രാമകൃഷ്ണനാണ് എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. മണിച്ചേട്ടന്റെ മരണം വിറ്റ് കാശാക്കാൻ നടക്കുന്ന ഒരാളാണ് രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ ഒരു തരത്തിലും മണിച്ചേട്ടൻ ഒരു സമയത്തും അടുപ്പിച്ചിരുന്ന ഒരു ആളല്ല. അങ്ങനെയുള്ളൊരു വ്യക്തി മണിച്ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. രാമകൃഷ്ണനും മണിച്ചേട്ടനും തമ്മിൽ ഒരു തരത്തിലും ബന്ധമുണ്ടായിരുന്നൊരു കക്ഷിയല്ല. പിന്നെ രാമകൃഷ്ണൻ പറഞ്ഞത് സ്നേഹമില്ലാതിരുന്നിട്ടാണോ എനിക്ക് എന്റെ ചേട്ടൻ നൃത്തവിദ്യാലയം ഉണ്ടാക്കി തന്നതെന്ന്. മണിച്ചേട്ടൻ നൃത്തവിദ്യാലയം ഉണ്ടാക്കിയിട്ടില്ല. മണിച്ചേട്ടൻ ഉണ്ടാക്കിയത് മണിച്ചേട്ടന്റെ അച്ഛന്റെ പേരിലുള്ളൊരു സാംസ്കാരിക സ്മാരകമാണ്. രാമകൃഷ്ണന്റെ ഉദ്ദേശം എന്താണ്? രാമകൃഷ്ണന് മണിച്ചേട്ടൻ മരിച്ചതിന്റെ പൊതുജനങ്ങളുടെ സങ്കടം അത് മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാമകൃഷ്ണൻ എന്താ ചെയ്ത് മണിച്ചേട്ടൻ മരിച്ചതിന്റെ പൊല മാറുന്നതിന് മുമ്പേ രാമകൃഷ്ണൻ സ്റ്റേജിൽ പ്രോഗ്രാം പിടിച്ച് പ്രോഗ്രാമിന് പോയ ആളാണ്. അതിന്റെ നോട്ടീസിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. രാമകൃഷ്ണൻ മണിച്ചേട്ടന്റെ മരണം വിറ്റ് കാശാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഗുരുതരമായ ആരോപണങ്ങളാണ് സാബു ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, സാബുവിന്റെ നിയമപരമായ നീക്കങ്ങൾ എന്തൊക്കെ? അജിൻഷാദ് കലാഭവൻ മണിയുടെ അനുജനെതിരായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് ഇപ്പോൾ സാബു പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാമകൃഷ്ണനെതിരെ സാബു ഉന്നയിച്ചിരിക്കുന്നത്. തന്നെ പോലെ തന്നെ ഈ കേസിൽ പ്രതിയുടെ സ്ഥാനത്താണ് രാമകൃഷ്ണനുമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിയെന്ന് ആരോപിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. തന്നെ പോലെ തന്നെ രാമകൃഷ്ണനും ഈ കേസിൽ പ്രതിയാണ്. തന്നെ ചോദ്യം ചെയ്ത പോലെ തന്നെ പോലീസ് രാമകൃഷ്ണനെയും ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് രാമകൃഷ്ണനും ഈ കേസിൽ പ്രതിയാണെന്ന് ആണ് വളരെ കൃത്യമായിട്ട് സാബു പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കലാഭവൻ മണിയുടെ അനുജൻ എന്നുള്ള നിലയിൽ കലാഭവൻ മണി പല സ്റ്റേജ് പ്രോഗ്രാമുകളിലും സ്റ്റേജ് ഷോകളിലും കലാഭവൻ മണിയുടെ അനുജനെ പങ്കെടുപ്പിച്ചില്ല. കലാഭവൻ മണിയുടെ അനുജനെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു മണി. കാര്യം അത്തരത്തിലൊരു അടുത്ത ബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നില്ല. കലാഭവൻ മണിയുടെ മരണശേഷം ഇപ്പോൾ കലാഭവൻ മണിയുടെ മരണം വിറ്റ് കാശാക്കാനുള്ള ഒരു ശ്രമമാണ് അനുജൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളുടെ സിമ്പതി പിടിച്ചുപറ്റി അതിലൂടെ സ്റ്റേജ് ഷോ നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. തനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആരോപണങ്ങൾക്കൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അനുജൻ രാമകൃഷ്ണൻ തന്നെയാണെന്നാണ് സാബു പറയുന്നത്. ഇത്തരം ആരോപണങ്ങൾക്കെതിരെയൊക്കെ താൻ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സാബു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തന്നെ മാനസിക രോഗി അല്ലെങ്കിൽ തനിക്ക് മാനസിക വിഭ്രാന്തിയുള്ളയാൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ അനുജൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. ഇതിനെല്ലാം കൃത്യമായിട്ട് അനുജനെ കൊണ്ട് മറുപടി പറയിക്കുമെന്നാണ് സാബു ഇപ്പോൾ കൈരളി പീപ്പിളിനോട് പറഞ്ഞത്. പക്ഷേ സാബുവിന്റെ ഈ വാക്കുകൾക്ക് മറുപടിയുമായി RLV രാമകൃഷ്ണൻ തന്നെ പീപ്പിൾ TVയോട് എത്തുകയും ചെയ്തു. സാബു ഉള്ള ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടികൾ RLV രാമകൃഷ്ണൻ നൽകുകയും ചെയ്തു. സ്റ്റേജ് ഷോ എന്ന ആരോപണം അദ്ദേഹം ശരിവെക്കുകയും ചെയ്തു. അത്തരത്തിൽ ജീവിക്കാൻ വേണ്ടി പോകേണ്ടി വന്നതാണ് എന്നും പറഞ്ഞു. ബന്ധു എന്നുള്ള നിലയിൽ, അനുജൻ എന്നുള്ള നിലയിൽ തൻ്റെ കർത്തവ്യമാണ് നിയമപരമായി ആ ദുരൂഹത നീക്കാനുള്ള പ്രവൃത്തിയിലേക്ക് പോകേണ്ടത് എന്നാണ് രാമകൃഷ്ണൻ മുമ്പോട്ട് വച്ചിരിക്കുന്ന വാദം. ഷാജി, തികച്ചും ഇപ്പോൾ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കെതിരെ ആരോപണം വന്നിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നിരവധി പേരാണ്. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കലാഭവൻ മണിയുടെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ കലാഭവൻ മണിയുടെ കുടുംബത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തേക്കാം, അല്ലെങ്കിൽ അത്തരത്തിലാണ് തന്നെ ചോദ്യം ചെയ്തതെന്നാണ് രാമകൃഷ്ണൻ നേരത്തെ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും അത് ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും സാബു ഉന്നയിക്കുന്ന ആരോപണം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്താണ് രാമകൃഷ്ണൻ എന്നാണ് പറയുന്നത്. കാര്യം കലാഭവൻ മണി താമസിച്ചിരുന്ന ആ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ രാമകൃഷ്ണനെ അടുപ്പിച്ചിരുന്നില്ല. മാത്രമല്ല സ്റ്റേജ് ഷോകളിലൊക്കെ പലരുടെയും കാല് പിടിച്ചുകൊണ്ട് എത്തേണ്ട സന്ദർഭം ഉണ്ടായി. അതുപോലെ തന്നെ ഷാജി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, അതായത് സാബുമോൻ
ഇപ്പോൾ പറയുന്നത് പ്രകാരം മാനനഷ്ട പീപ്പിൾ ടി വിയോട് അല്പം മുമ്പ് പറഞ്ഞതുപോലെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും രാമകൃഷ്ണനെതിരെ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അടക്കം എത്ര മാനനഷ്ടത്തിനുള്ള കേസാണ്, എത്ര പേരാണ് രാമകൃഷ്ണനെതിരെ കേസ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ? അജിൻ ഷാദെ, ഡോക്ടർ നേരത്തെ ഈ കലാഭവൻ മണിയെ അവസാന സമയത്ത്, അതായത് അദ്ദേഹം വളരെ അത്യാസന്ന നിലയിൽ കിടന്ന സമയത്ത് പരിശോധിച്ച ഡോക്ടർ സുമേഷിനെതിരായിട്ട് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. സുമേഷ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാബുവും അതേപോലെ തന്നെ കോടതിയെ സമീപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ രാമകൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പലരെയും പ്രതി എന്ന് ചേർത്താണ് ഇദ്ദേഹം വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതി എന്ന് ചേർക്കുക സ്വാഭാവികമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിലേക്കാണ് വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തവരുന്നതൊക്കെ സംശയത്തിൻ്റെ നിഴലായിരിക്കും. അവരെയൊന്നും പ്രതിയെന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. ഇത്തരത്തിൽ പ്രതിയെന്ന ഗൗരവകരമായിട്ടുള്ള ഒരു പേരാണ് ഞങ്ങൾക്കെതിരെയൊക്കെ ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമകൃഷ്ണനെതിരെ നിയമ നടപടി സ്വീകരിക്കും, നിയമ നടപടിക്ക് പോകുകയാണ് എന്നാണ് സാബു അല്പം മുമ്പ് പറഞ്ഞത്. സാബുവുമായി കലാഭവൻ മണിയുടെ കുടുംബത്തിന്, അല്ലെങ്കിൽ കലാഭവൻ മണിക്ക് രാമകൃഷ്ണനുമായിട്ട് ഒരു അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല. കലാഭവൻ മണി ഇല്ലാത്ത സമയങ്ങളിൽ കലാഭവൻ മണി താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ വന്ന് കലാഭവൻ മണിയുടെ ചില സാധനങ്ങൾ ഒക്കെ വിൽക്കുന്ന ഒരു സംവിധാനം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തനിക്ക് കോടതിയിൽ പോകുന്നതിനും മറ്റുമാണ് എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തന്നെ സാബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് അല്പം മുമ്പ് രാമകൃഷ്ണൻ നമ്മോട് സംസാരിച്ചത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വന്ന സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ളവരൊക്കെ തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അജിൽ ഷാ. ശരി ഷാജി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയുടെ അനുജനും കലാഭവൻ മണിയുടെ സുഹൃത്തുക്കളും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകുന്നു. RLV രാമകൃഷ്ണനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി സാബുമോൻ രംഗത്തെത്തി. മറ്റൊരു വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാടിന്റെ പുതിയ ആവശ്യവുമായി നാളെ ജയലളിത പ്രധാനമന്ത്രിയെ കാണാം വാർത്ത ഇടവേളയ്ക്ക് ശേഷം. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 അടിയാക്കണമെന്ന് തമിഴ്നാട്. ഈ ആവശ്യവുമായി ജയലളിത നാളെ മോദിയെ കാണും. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, 142 അടിയിൽ നിന്നും ഓരോ അടി വർദ്ധിപ്പിക്കുന്നത് പോലും ആശങ്ക ഉയർത്തുന്ന ഒരു ഘട്ടത്തിലാണ് തമിഴ്നാട്. ഇത്തരത്തിൽ വീണ്ടും പ്രകോപനം എന്ന രീതിയിലാണ് കേരളം ഇതിനെ കാണുന്നതും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംഷാദ്, ഇപ്പോൾ വലിയ ആശങ്ക തന്നെ ഉയർത്തിക്കൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താനുള്ള പുതിയ നീക്കവുമായി തമിഴ്നാട് സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. നാളെ 11 മണിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തണം എന്നൊരാവശ്യം മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും എന്നാണ് അറിയുന്നത്. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ജയലളിത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. തമിഴ്നാട്ടിലെ വിവിധ കർഷക സംഘടനകളുടെ ഫെഡറേഷനുകളും മറ്റും ഈ ആവശ്യം ഉന്നയിച്ച് നേരത്തെ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിരുന്നു. ഇതുകൂടാതെ മുഖ്യമന്ത്രിയോട് തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. ഈ നിവേദനങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജയലളിത പ്രധാനമന്ത്രി മുമ്പാകെ ഈ ആവശ്യം ഉയർത്തുന്നത്. മുല്ലപ്പെരിയാറിനൊപ്പം കാവേരി വിഷയത്തിലും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉറപ്പാക്കണമെന്നും തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അണ്ണാ DMK-യെ NDA ചേർക്കാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കുകയാണ് ജയലളിത ഇപ്പോൾ നാളെ മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. രാജ്യസഭയിലടക്കം നിർണായക വിഷയങ്ങളിൽ BJP-ക്ക് അണ്ണാ DMK-യുടെ പിന്തുണ ആവശ്യമാണ്. അതിനാൽ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലും തമിഴ്നാടിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അതുകൊണ്ട് അംഗീകരിച്ചേക്കാൻ ഇടയുണ്ട് എന്ന സൂചനകളാണ് ദില്ലിയിൽ നിന്നും ലഭിക്കുന്നത്. അജിംഷാ, തീർച്ചയായും, അതായത് ഇപ്പോൾ നിലവിലത്തെ ഡാം തന്നെ ദുർബലമാണെന്നും അത് പുതിയ ഡാമിലേക്കൊക്കെ പോകണമെന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാജ്യത്ത് രൂപം കൊള്ളുന്ന ഒരു സമയം. 142 അടിയിൽ നിന്നും ഒരടി പോലും വർദ്ധിപ്പിക്കുന്നത് വലിയ ആശങ്കയാണ് എന്ന് കാണുന്ന ഒരു സമയം. പ്രത്യേകിച്ച് മഴയുമായി ബന്ധപ്പെട്ട് ജലനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക ഉയരുന്ന ഒരു ഘട്ടം. ഇവിടെ തമിഴ്നാട് പ്രധാനമന്ത്രിയെ കാണുന്നു എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടത് എന്തൊക്കെ മനു? തീർച്ചയായും ഇപ്പോൾ തമിഴ്നാട് നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മുമ്പാകെ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ NDA ഒരുപക്ഷെ ഇത് തള്ളിക്കളയാൻ കേന്ദ്ര സർക്കാർ സാധ്യത ഇല്ല എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. നിലവിൽ ഈ അണ്ണാ DMK NDA ചേർക്കാനുള്ള ചർച്ചകൾ വളരെ സജീവമായി നിലനിൽക്കുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിലൊരു ആവശ്യം, തമിഴ്നാടിന്റെ ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള പഠനങ്ങൾക്ക് വിധേയമാകുന്നുണ്ടെങ്കിൽ പോലും അതിൽ തള്ളിക്കളഞ്ഞേക്കും എന്നൊരു സൂചനകളൊന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല. തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ മാറുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. നാളെ 11 മണിക്കാണ് ഈ കൂടിക്കാഴ്ച
കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ജയലളിത നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയോട് ഈ ആവശ്യം ഉന്നയിക്കുന്നു. അതിനാൽ 142 അടിയിൽ നിന്ന് ഓരോ അടി ഉയർത്തുമ്പോൾ പോലും വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നു. എങ്കിലും ഇത് കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കില്ല എന്നൊരു സൂചനകളാണ് ലഭിക്കുന്നത്. അതിനാൽ നാളെ 11 മണിക്ക് ശേഷം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തമിഴ്നാട് മുമ്പാകെ നിലപാട് വ്യക്തമാക്കുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അജിം ഷാ. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ EMS സ്മൃതി ദേശീയ സംവാദത്തിൽ മേധാ പട്കർ സംസാരിക്കുന്നു. തത്സമയം. And to which the socialism and secularism later added values is trying to be changed by the present rulers. They tried it directly and indirectly through the advertisements of theirs in their own ways and means. But it is very clear that their decisions and actions both are trying to lead this country or take this country or drive this country away from both secularism and socialism. And that is what is the challenge. When the country with diversities, and even Jawaharlal Nehru, with whose economic ideals and models we may differ, had to categorically put our idea of India as unity with diversities, it is very clear that today we face the challenge much more, because not only there are more and more of nationalities coming into force, but also because the new forms of casteism and communalism are also being faced by all of us. It's no more that small section of population which was always kept to be disadvantaged and deprived and also was discriminated in spite of the positive discrimination policies and the framework accepted by the Constitution. It is whole of the society that is facing these attempts of bringing in divisions, caste, class, gender-based as well. And when that kind of divisive force is at the helm of the powers in India, what other challenge but to really oust them from the power in any institution, academic, film or otherwise, as well from the political fora. What other challenge can be the first and the foremost challenge to really stand by those who are the direct victims of these kinds of divisive politics associated with divisive economics as we see it, and also create a new land, a new forum wherever we are and from wherever we would like to move ahead, on which we can stand firm and say that we are against all discriminations. വൈവിധ്യത്തിൽ അധിഷ്ഠിതമായ സൗന്ദര്യം രാജ്യത്ത് നിന്നും കടന്നു പോവുകയാണ്. ദേശീയതയുടെ പേരിൽ, കാസ്റ്റിസത്തിൻ്റെ പേരിലൊക്കെ വർഗീയതയും ഫാസിസവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. ഇതേ സംബന്ധിച്ചൊക്കെയാണ് മേധാ പട്കർ പറഞ്ഞു വന്നത്. അതിലേക്ക് പോകാം ഒരിടവേളയ്ക്ക് ശേഷം. മറ്റൊരു വാർത്തയിലേക്ക്. വിദേശത്ത് കറങ്ങി നടക്കുന്ന മോദി വിദ്യാഭ്യാസത്തിന് പണം നൽകുന്നില്ലെന്ന് കനയ്യകുമാർ. UP ഇലക്ഷൻ മുന്നിൽ കണ്ടാണ് ദാദ്രിയിലെ മട്ടൻ ബീഫായതും JNUവിലെ വ്യാജ വീഡിയോ ശരിയായതെന്നും കനയ്യകുമാർ തൃശ്ശൂരിൽ പറഞ്ഞു. Before UP election, mutton became beef, and now morph video became authentic. So it is a larger conspiracy against the students, against those who are fighting for the betterment of the society, against them those want equality and justice for the all. വാർത്തകളിലേക്ക്. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പൗലോസ് മാർ ദ്വിതീയൻ കാതോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ തങ്ങൾ രാഷ്ട്രീയമായി അനാഥരായിരുന്നുവെങ്കിൽ ഇപ്പോൾ സനാഥരാണെന്ന് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാതോലിക്ക ബാവ ആശംസകളും നേർന്നു.
ഞങ്ങളെ കരുതുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വികാരമാണ്. ഞങ്ങൾ ഇപ്പോൾ സനാഥരാണ് പൊളിറ്റിക്കലി, മറ്റും ഞങ്ങൾ അനാഥരാണെന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. പിണറായിയിലെ പുത്തൻകണ്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ RSS പ്രവർത്തകർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകി. പിണറായിയിൽ നിന്നുള്ള വനിതാ അസോസിയേഷൻ നേതാക്കളും ലോയേഴ്സ് യൂണിയൻ നേതാക്കളുമാണ് ലളിത കുമാരമംഗലത്തിന് പരാതി നൽകിയത്. പിണറായി പുത്തൻകണ്ടത്തെ BJP RSS പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കാനാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ലളിത കുമാരമംഗലം എത്തിയത്. എന്നാൽ CPIM അക്രമം നടത്തുന്നുവെന്ന് ദേശീയതലത്തിൽ പ്രചരിപ്പിക്കാനുള്ള RSS അജണ്ടയുടെ ഭാഗമായാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ സന്ദർശനമെന്ന് ആരോപണമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പിണറായിലെ വെണ്ടുട്ടായിലും പുത്തൻകണ്ടത്തുമെല്ലാം RSS നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ മഹിളാ അസോസിയേഷൻ നേതാക്കളും ലോയേഴ്സ് യൂണിയൻ നേതാക്കളും കമ്മീഷനിൽ പരാതി നൽകിയത്. സ്ത്രീകൾക്കെതിരെ അടക്കം നടക്കുന്ന അതിക്രമങ്ങളും സംഘം കമ്മീഷനെ ബോധിപ്പിച്ചു. അഡ്വക്കേറ്റ് P. വിമലകുമാരി. പിണറായിയിൽ സ്ഥിരമായി സ്ത്രീകളെയും കുട്ടികളെയും മാനഭംഗപ്പെടുത്തുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ആക്രമണം നടത്തുകയും റേപ്പ് ചെയ്യുകയും ബലാത്സംഗം അടക്കം സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടരുകയാണ്. പേടി കൊണ്ട് സ്ത്രീകളും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. ഇതിനെതിരെ തീർച്ചയായും ലോയേഴ്സ് യൂണിയനും മഹിളാ അസോസിയേഷനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ വനിതാ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. അവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവരവിടെ വന്ന് പരാതികൾ സ്വീകരിക്കാനും തയ്യാറായിട്ടുണ്ട്. കേരളത്തിന് ചുമതലയുള്ള കമ്മീഷൻ അംഗം സുഷമ സോഹയെയും സംഘം സന്ദർശിച്ചു. അഡ്വക്കേറ്റ് K. അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെരുമ്പാവൂർ ജിഷ കൊലപാതകത്തിന്റെ അന്വേഷണം ബംഗ്ലാദേശ് സ്വദേശിയിലേക്ക്. ജിഷയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന വ്യക്തിയെ തേടി അന്വേഷണ സംഘം ജാർഖണ്ഡിലേക്ക് തിരിച്ചു. അതിനിടെ ജിഷയുടെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമം പരാജയപ്പെട്ടു. ബംഗ്ലാദേശ് സ്വദേശിയായ യുവാവ് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾക്കൊപ്പമായിരുന്നു പെരുമ്പാവൂരിൽ താമസിച്ചിരുന്നത്. ജിഷ കൊല്ലപ്പെട്ട ദിവസമടക്കം 9 തവണ ജിഷയുടെ നമ്പറിലേക്ക് ഇയാൾ മിസ്ഡ് കോൾ അടിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യ അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും കൊലപാതകം സംബന്ധിച്ച് വ്യക്തത ലഭിക്കാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. പിന്നീടെത്തിയ ADGP B. സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചതോടെയാണ് ഇയാൾ മുങ്ങി എന്ന് വ്യക്തമായത്. ഫോൺ കോൾ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിൽ ഈ വ്യക്തി ജാർഖണ്ഡ് വരെ ഇതേ നമ്പർ ഉപയോഗിച്ചിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിനായി സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജാർഖണ്ഡിലേക്ക് തിരിച്ചു. സൈബർ സെല്ലിലെ വിദഗ്ധരും സംഘത്തിലുണ്ട്. എന്നാൽ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഇയാളുടെ വിരലടയാളം DNA തുടങ്ങിയ പരിശോധിക്കാതിരുന്നത് ഇപ്പോഴത്തെ അന്വേഷണത്തിന് തിരിച്ചടിയാവുകയാണ്. ഫോൺ കോൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ജിഷയുമായി ഈ വ്യക്തിക്ക് മുൻപരിചയമുണ്ടായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അതിനിടെ ജിഷയുടെ അമ്മ രാജേശ്വരിയെ വിശദമായി വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഇവർ മാനസിക അസ്വസ്ഥത കാണിച്ചതിനാൽ പോലീസ് പിന്മാറുകയായിരുന്നു. തുടർന്ന് മാനസിക വിദഗ്ധന്റെ സഹായത്തോടെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനോടും ഇവർ സഹകരിച്ചില്ല. എന്നാൽ രാജേശ്വരിയെ ആശുപത്രിയിൽ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും വെച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഫ്ലോറിഡയിലെ സ്വവർഗാനുരാഗികളുടെ നിശാ ക്ലബ്ബിലുണ്ടായ വെടിവെപ്പിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഏറ്റെടുത്തു. IS ഭീകരനാണ് ആക്രമണം നടത്തിയതെന്ന് ഭീകരർ അവകാശപ്പെട്ടു. എന്നാൽ ആക്രമണം നടത്തിയ ഒമർ മദീൻ എന്ന യുവാവിന് ISുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. FBI വിശദമായി അന്വേഷിക്കും. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഫ്ലോറിഡയിലെ സ്വവർഗാനുരാഗികളുടെ നിശാ ക്ലബ്ബിൽ അതിക്രമിച്ചു കടന്ന യുവാവ് വെടിയുതിർത്തത്. വെടിവയ്പിൽ 50 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ ഒർലാൻഡോയിലെ പൾസ് ക്ലബ്ബിൽ കടന്ന തോക്കുധാരി ചുറ്റുപാടും വെടിയുതിർക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ഫ്ലോറിഡയിൽ താമസക്കാരനായ ഒമർ സാദിഖ് മാറ്റിനാണ് വെടിവെപ്പ് നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ഭീകര സംഘടനയായ ISനോട് അനുഭാവമുള്ള ട്വിറ്റർ അക്കൗണ്ടിൽ യുവാവിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടതോടെ ഭീകരാക്രമണമാണെന്ന സംശയം ശക്തമായി. എന്നാൽ ആക്രമിക്ക് ISുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ FBI ഇയാളെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒർലാൻഡോയിൽ വെള്ളിയാഴ്ച രാത്രി യുവഗായിക ക്രിസ്റ്റീന ഗ്രിമ്മി സംഗീത പരിപാടിക്ക് ശേഷം യുവാവിന്റെ വെടിയേറ്റു മരിച്ചതിനു പിന്നാലെയാണ് ഇന്നലത്തെ കൂട്ടക്കൊല. സെപ്റ്റംബർ 11 ന്യൂയോർക്ക് ആക്രമണത്തിനു ശേഷം അമേരിക്ക നടങ്ങിയ ഏറ്റവും വലിയ കൂട്ടക്കൊലയായി ഫ്ലോറിഡയിലെ നിശാ ക്ലബ്ബ് ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക്.
2002 ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ് കൂട്ടക്കൊല കേസിൽ കുറ്റക്കാരായവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. അഹമ്മദാബാദിലെ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിക്കുക. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട് 11 പേരുൾപ്പെടെ 24 പ്രതികൾ കുറ്റക്കാരാണെന്ന് ഈ മാസം 2-ന് കോടതി വിധിച്ചിരുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്നും മനുഷ്യത്വരഹിതമായ കുറ്റം ചെയ്തവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ നൽകരുതെന്നും തെറ്റുതിരുത്താൻ അവസരം നൽകണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. 2002 ഫെബ്രുവരി 28-ന് നടന്ന കൂട്ടക്കൊലയിൽ മുൻ കോൺഗ്രസ് MP ഇഹ്സാൻ ജാഫ്രി ഉൾപ്പെടെ 69 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. കണ്ണൂർ നഗരസഭയിലെ ഡെപ്യൂട്ടി മേയർ രാജിവെച്ചു. ഡെപ്യൂട്ടി മേയർ C. സമീറാണ് രാജിവെച്ചത്. അവിശ്വാസ പ്രമേയം വരാനിരിക്കെയാണ് രാജി. കോൺഗ്രസ് വിമതൻ PK രാഗേഷ് ഡെപ്യൂട്ടി മേയർ അയക്കും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 47 ദിവസമാണ് യന്ത്രബോട്ടുകൾക്ക് മീൻ പിടിക്കുന്നതിന് ഇത്തവണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം. മൺസൂൺ സമയത്ത് ഈ 1.5 മാസക്കാലം മീനുകളുടെ പ്രജനമാസമായതിനാലാണ് യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മീൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പരമ്പരാഗത രീതിയിൽ മീൻ പിടിക്കാം. സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിലെല്ലാം തന്നെ ട്രോളിംഗ് നിരോധനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. മത്സ്യങ്ങളുടെ പ്രജനന കാലഘട്ടമാണ് ജൂൺ മുതൽ ജൂലൈ മാസം വരെയുള്ള സമയം. അപ്പോൾ മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടുക എന്നത് എല്ലാവരുടെയും ആവശ്യകതയായതുകൊണ്ട് അതിനുകൂടിയാണ് ഈ ട്രോളിംഗ് നിരോധനം. സംസ്ഥാനത്താകെ 6397 യന്ത്രവൽകൃത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മത്സ്യബന്ധപ്പെട്ട് ജീവിക്കുന്ന 10,000 കണക്കിന് കുടുംബങ്ങൾക്ക് വരുന്ന 1.5 മാസം വറുതിയുടെ കാലമാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യും. ട്രോളിംഗ് നിരോധനം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവരെ പിടികൂടാൻ മെറൈൻ എൻഫോഴ്സ്മെന്റ് പൂർണ്ണസമയം പട്രോളിംഗ് നടത്തും. തീരദേശ പോലീസും എല്ലാ സന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. കോഴിക്കോട് കക്കയം ഗവൺമെൻറ് LP സ്കൂൾ നിർമ്മാണത്തിൻ്റെ മറവിൽ ലക്ഷങ്ങളുടെ അഴിമതി. കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളിന്റെ നിർമ്മാണത്തിലും സ്ഥലം വാങ്ങിയതിലുമാണ് ക്രമക്കേട് നടന്നത്. കോഴിക്കോട്ടെ മലയോര പ്രദേശമായ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടമാണിത്. ചെങ്കുത്തായ പാറക്കെട്ടിന് നടുവിൽ കാലിത്തൊഴുത്ത് പോലൊരു കെട്ടിടം. ഈ പാറക്കെട്ട് വാങ്ങാനും കെട്ടിടം നിർമ്മിക്കാനുമായി 40 ലക്ഷം രൂപ ചെലവായി എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. പാറക്കെട്ടുള്ള സ്ഥലം സ്കൂളിനായി വാങ്ങിയപ്പോൾ താഴെ റോഡിനോട് ചേർന്നുള്ള 60 സെന്റ് ഭൂമി അന്നത്തെ പ്രധാനാധ്യാപകൻ സ്വന്തം പേരിലാക്കിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. അന്നത്തെ ഹെഡ്മാസ്റ്റർ രാമകൃഷ്ണനും അന്നത്തെ ഭരണസമിതിയിലെ ആളുകളും ചേർന്ന് നടത്തിയിട്ടുള്ള അഴിമതിയുടെ സാക്ഷ്യപത്രമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. കക്കയം റിസർവ് വനത്തോട് ചേർന്ന് കിടക്കുന്ന KSEBയുടെ കെട്ടിടത്തിലാണ് നിലവിൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂൾ മുറ്റത്ത് കാട്ടാനിറങ്ങുന്നതിനാൽ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ഭയക്കുകയാണ്. അമ്പലക്കുന്ന് ആദിവാസി കോളനിയിലെ 8 കുട്ടികളാണ് നിലവിൽ ഇവിടെ പഠിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉപയോഗശൂന്യമായതിനാൽ പുതുതായി ചേരാൻ വന്ന 20ഓളം കുട്ടികൾ സമീപത്തെ പ്രൈവറ്റ് സ്കൂളിലേക്ക് മാറി. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന LP സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ മറവിലാണ് ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ കർശന നടപടി സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ ക്രമക്കേടുകൾ കാണണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. കക്കയത്തു നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. കഞ്ചാവിൻ്റെയും വ്യാജമദ്യത്തിൻ്റെയും വിൽപ്പന തടയാൻ കർശന നടപടികളുമായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. കഞ്ചാവ് കൈവശം വെക്കുന്നവർക്ക് പിടികൂടിയാൽ ഉടൻ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കേന്ദ്ര നിയമത്തിൽ മാറ്റം അനിവാര്യമാണെന്ന് കമ്മീഷണർ പറഞ്ഞു. എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പീപ്പിൾ TVയോട് വ്യക്തമാക്കി. സംസ്ഥാനത്ത് കഞ്ചാവിന്റെ വിൽപ്പനയും ഉപഭോഗവും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എക്സൈസ് ഇന്റലിജൻസിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും. സ്കൂളുകളിലും കോളേജുകളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും. നിലവിൽ 1 കിലോയിൽ താഴെ കഞ്ചാവുമായി പിടികൂടിയാൽ ഉടൻ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇക്കാര്യത്തിൽ നിയമം മാറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ്. ഇതിനുള്ള പരിശ്രമങ്ങൾ നടത്തും. ഒന്നാമത്തെ കേസുകളുടെ എണ്ണം കൂട്ടണം. കേസുകളുടെ എണ്ണം വളരെ കുറവാണ്. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞ 1 വർഷത്തിൽ ആകെ അവർ പിടിച്ചത് 1800 കേസാണ്. 1800 കേസിൻ്റെ അർത്ഥം ഒരു ദിവസത്തിലെ 4 കേസ് മാത്രം മൊത്തം സംസ്ഥാനത്തിൽ
അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത കൗണ്ടറുകളുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. കള്ളുഷാപ്പുകളിൽ വ്യാജക്കള്ള് വിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചതായും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. പരാതികൾ 94717800 എന്ന നമ്പറിൽ ആർക്കും വിളിച്ചറിയിക്കാമെന്നും എക്സൈസ് കമ്മീഷണർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2 ദിവസമായി മലപ്പുറം മഞ്ചേരിയിൽ നടക്കുന്ന EMSന്റെ ലോകം ദേശീയ സെമിനാർ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് EMS സ്മാരക പഠന ഗവേഷണ കേന്ദ്രമാണ് 2 ദിവസത്തെ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് അസഹിഷ്ണുതയും വർഗീയതയും സജീവമായ കാലത്ത് EMSന്റെ ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വർഗീയതയെ തുറന്നു കാണിക്കുന്നതിന്, വർഗീയതയെ എതിർക്കുന്നതിന് ഒരു ഘട്ടത്തിലും പുറകോട്ട് പോകുന്ന നില EMSന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയം വ്യക്തതയോടെ നമ്മുടെ നാടിനെ സ്വീകരിച്ച് നടപ്പാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. പ്രഭാത് പട്നായിക്, CP നാരായണൻ MP, സുനിൽ P ഇളയിടം, P രാജീവ്, KT കുഞ്ഞിക്കണ്ണൻ, KEN, ഹമീദ് ചേന്ദമംഗലൂർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മന്ത്രി KT ജലീൽ, പാലൊളി മുഹമ്മദ് കുട്ടി തുടങ്ങിയവരും സെമിനാറിൽ സംസാരിക്കുന്നുണ്ട്. സമാപന സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മന്ത്രി സഹപാഠി താൽപര്യം സംരക്ഷിക്കാനാണ് അഞ്ജു ബോബി ജോർജിനെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാക്കിയതെന്ന് കൗൺസിൽ അംഗം ഡോക്ടർ രാമഭദ്രൻ. അനധികൃത നിയമനങ്ങൾ നടത്താൻ ഉൾപ്പെടെ അഞ്ജുവിനെ മറയാക്കി. പത്മിനിയെ മാറ്റി അഞ്ജുവിനെ നിയമിച്ചത് സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളിൽ ഭൂരിഭാഗവും എതിർത്തിരുന്നെന്നും രാമഭദ്രൻ വെളിപ്പെടുത്തുന്നു. കാലാവധി തീരാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പത്മിനി തോമസിനെ മാറ്റിയത് UDF സർക്കാരിന്റെ ചില താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തതുകൊണ്ടാണെന്ന് രാമഭദ്രൻ ആരോപിച്ചു. സെക്രട്ടറിയായിരുന്ന ബിനു ജോർജ് വർഗീസാണ് പത്മിനിയെ മാറ്റി അഞ്ജുവിനെ കൊണ്ടുവരാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറഞ്ഞതെന്നും രാമഭദ്രൻ പറഞ്ഞു. ഇതിനെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ട ഉത്തരവാദി ഡോക്ടർ ബിനു ജോർജാണ്. അവിടെ സെക്രട്ടറി ആയിട്ട് ഡെപ്യൂട്ടേഷനിൽ വന്ന് അദ്ദേഹം ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്കൽ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇരുന്ന് റിട്ടയർ ചെയ്ത ആളാണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി. ഈ ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്നത് തിരുവഞ്ചൂർ മന്ത്രിയുടെ ക്ലാസ്മേറ്റാണ്. അഞ്ജുവിന്റെ സഹോദരന്റെ ഉൾപ്പെടെ ചില നിയമനങ്ങളെ പത്മിനി തോമസ് പരിഗണിച്ചില്ല. അഞ്ജുവിന്റെ നിയമനത്തെ സ്പോർട്സ് കൌൺസിലിൽ അംഗങ്ങളായ 75% പേരും എതിർത്തു. അഞ്ജു ബോബി ജോർജിന്റെ നിലവാരമുള്ള നിരവധി പേർ കേരളത്തിലുണ്ടായിട്ടും പ്രത്യേക പരിഗണന നൽകി അവരെ കേരള സ്പോർട്സിന്റെ തലപ്പത്ത് കൊണ്ടുവന്നതിനെ അംഗങ്ങൾ എതിർത്തെങ്കിലും ഫലമുണ്ടായില്ലെന്നും രാമഭദ്രൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് LDF നടത്തിയ ക്ലിഫ് ഹൗസ് ഉപരോധത്തിനിടെ വഴി തടഞ്ഞുവെന്ന് പരാതിപ്പെട്ട് ബഹളം വെച്ചതിലൂടെ വാർത്തകളിൽ ഇടം നേടിയ സന്ധ്യ സ്പോർട്സ് കൗൺസിലെ ജോലി രാജിവെച്ചു. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയായി ലഭിച്ച ജോലിയാണ് സന്ധ്യ രാജിവെച്ചത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ് വിവാദത്തെ തുടർന്ന് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് അനധികൃത നിയമനങ്ങൾ പരിശോധിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സന്ധ്യയുടെ രാജി. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് LDF നടത്തിയ ക്ലിഫ് ഹൗസ് ഉപരോധത്തിനിടെ വഴി തടഞ്ഞുവെന്ന് പരാതിപ്പെട്ട തിരുവനന്തപുരം കവടിയാർ സ്വദേശിനി സന്ധ്യ ബഹളം വെച്ചത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. പിന്നീടാണ് സന്ധ്യയ്ക്ക് ഈ പ്രവൃത്തിയുടെ പ്രത്യുപകാരമായി സർക്കാർ ജോലി നൽകിയത്. ഇക്കാര്യം പീപ്പിൾ TV റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ സന്ധ്യയ്ക്ക് നൽകിയ ജോലിയിൽ മാറ്റം വരുത്തി. 2015 ഏപ്രിലിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ശംഖുമുഖത്തെ GV രാജ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അഡ്മിനിസ്ട്രേറ്ററായാണ് സന്ധ്യ ആദ്യം ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ ജോലി വാർത്ത വിവാദമായതോടെ ഈ തസ്തികയിൽ നിന്നും സന്ധ്യയെ തരം താഴ്ത്തി കെയർടേക്കർ പദവി നൽകി. ഇപ്പോൾ ഈ ജോലിയാണ് സന്ധ്യ രാജിവെച്ചിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ് വിവാദം ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്പോർട്സ് കൗൺസിലിൽ നടന്ന നിയമനങ്ങളെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് സന്ധ്യ രാജി നൽകിയതെന്നും പറയപ്പെടുന്നു. അതേസമയം അഞ്ജു ബോബി ജോർജിന്റെ സഹോദരന്റെ നിയമനവും വിവാദമായിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആലപ്പുഴ ജില്ലയിലെ മന്ത്രിമാർക്ക് നഗരത്തിൽ പൗരസ്വീകരണം നൽകി. ജില്ലയിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാരിനൊപ്പം ജനങ്ങളും പങ്കുചേരണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ മന്ത്രിമാർക്ക് YMCA നൽകിയ പൗരസ്വീകരണത്തിലാണ് ധനമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. നമുക്ക് എല്ലാവരും കൂടി ഒത്തുപിടിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, എല്ലാവരും സർക്കാർ ഉണ്ടാവും.
സർക്കാർ മാത്രമല്ല, അല്ലാതുള്ള YMC പോലുള്ള സംഘടനകൾ, പള്ളിയാവാം, അമ്പലമാവാം. നമുക്ക് ആലപ്പുഴയെ വിശന്നുറങ്ങുന്ന മനുഷ്യന്മാരില്ലാത്തൊരു നഗരമാക്കി മാറ്റാം. ജില്ലയിലെ പ്രധാന പ്രശ്നം റോഡുകളുടെ ശോച്യാവസ്ഥയാണെന്നും ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചതായും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. പക്ഷേ അതിന് സോഷ്യൽ ഓഡിറ്റ് വേണം. അഴിമതി കാണിക്കുന്ന മരാമത്ത് ഉദ്യോഗസ്ഥന്മാരെ മന്ത്രി മാത്രം നിയന്ത്രിച്ച പോലെ ജനങ്ങൾ നിയന്ത്രിക്കണം. ഓരോ റോഡ് നിർമ്മിക്കുമ്പോഴും നിയന്ത്രിക്കണം. ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും അതുപോലെ കറന്റ് പൊളിറ്റീഷ്യൻ്റെ നെക്സസ് ഇല്ലാതെ ജില്ലയ്ക്ക് നഷ്ടപ്പെട്ട വികസനങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പി തിലോത്തമനും പറഞ്ഞു. കേരളത്തിലെ 14 ജില്ലകളിൽ നമ്മുടെ സ്ഥാനം 13ാമതാണോ 14ാമതാണോ എന്ന് വരെ ചർച്ച നീണ്ടു. ആലപ്പുഴ രൂപതാധ്യക്ഷൻ സ്റ്റീഫൻ അത്തിപ്പൊടിയിൽ ജില്ലയിലെ മന്ത്രിമാർക്ക് സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അഞ്ജു ബോബി ജോർജിന്റെ തുറന്ന കത്തിന് പിന്നാലെ സ്പോർട്സ് കൗൺസിലിനെ വിമർശിച്ച് കേരളത്തിലെ ഒരു കായിക താരം. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ളത് ജിനേഷ് തോമസ് ആണ് ഫേസ്ബുക്കിലൂടെ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കായിക രംഗത്ത് തനിക്കുള്ള യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതമാണ് ജിനേഷ് തോമസിന്റെ പോസ്റ്റ്. അഞ്ജു ബോബി ജോർജിന്റെ കത്ത് വിവാദത്തിന് പിന്നാലെയാണ് സ്പോർട്സ് കൗൺസിലിനെ വിമർശിച്ച് കേരള സന്തോഷ് ട്രോഫി താരം രംഗത്തെത്തിയത്. കോതമംഗലം സ്വദേശിയായ ജിനേഷ് തോമസ് ഫേസ്ബുക്കിലൂടെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. LDFന്റെ ക്ലിഫ് ഹൌസ് ഉപരോധ സമരത്തിനെതിരെ രംഗത്തെത്തിയ സന്ധ്യയ്ക്കും അഞ്ജുവിന്റെ യോഗ്യതയില്ലാത്ത സഹോദരനും വളരെ ഉത്സാഹത്തോടെ ജോലി നൽകിയ സർക്കാർ കായിക മേഖലയിൽ സംഭാവന നൽകിയ മലയാളികളെ മറക്കരുതെന്നാണ് ജിനേഷ് ആവശ്യപ്പെടുന്നത്. തന്റെ വിദ്യാഭ്യാസ യോഗ്യതകളുടെയും മത്സരങ്ങളിൽ പങ്കെടുത്തതിന്റെ സർട്ടിഫിക്കറ്റുകളുടെയും ലഭിച്ച അവാർഡുകളുടെയും ചിത്രങ്ങൾ സഹിതമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ജിനേഷിന്റെ വിമർശനം. തന്നെക്കാളും യോഗ്യതയുള്ള നിരവധി കായിക താരങ്ങൾ ജോലി പോലും ലഭിക്കാതെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുമ്പോൾ കായിക താരങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കേരള സ്പോർട്സ് കൗൺസിൽ കേരളത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന താരങ്ങളെ മറക്കരുതെന്നും പോസ്റ്റിൽ കുറിക്കുന്നു. പുതിയ കൗൺസിൽ നിയമനങ്ങൾ നടത്തുമ്പോൾ കായിക രംഗത്തിന് പുറത്തുനിന്നുള്ളവരെയല്ല അർഹതയുള്ള കായിക താരങ്ങളെ തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജിനേഷ് പറഞ്ഞു. കോതമംഗലത്ത് റൺ സ്പോർട്സ് എന്ന കായിക സാമഗ്രികൾ വിൽക്കുന്ന കട നടത്തുന്ന ജിനേഷ് തനിക്ക് സർക്കാർ ജോലി ലഭിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നതെന്നും അർഹരായ മറ്റ് കായിക താരങ്ങളെ പരിഗണിക്കുന്നതിന് വേണ്ടിയാണിതെന്നും വ്യക്തമാക്കുന്നു. ജിനേഷ് 5 വർഷം കേരള ടീമിൽ അംഗമായിരുന്നു. 2 തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിന്റെ വല കാത്തു. 6 തവണ ഇന്റർ യൂണിവേഴ്സിറ്റി ടീം അംഗമായിരുന്നു. MG യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഗോളിയായിരുന്നു. കേരള ജൂനിയർ യൂത്ത് ടീമുകളിലും കളിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഇനി നമ്മുടെ MLA. ചങ്ങനാശ്ശേരിയിൽ പടിഞ്ഞാറൻ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ പരിസ്ഥിതി സമിതിയുടെ അനുവാദം നേടിയെടുക്കുമെന്ന് CF തോമസ് MLA. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ആരോഗ്യമേഖലയുടെ വളർച്ചയ്ക്കുമുള്ള പദ്ധതികളാണ് ഇക്കുറി മുൻഗണന നൽകുകയെന്നും CF തോമസ് പറഞ്ഞു. അധ്യാപകനായിരുന്ന CF തോമസ് 1980-ലാണ് ആദ്യമായി ചങ്ങനാശ്ശേരി മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായത്. പിന്നീട് ചങ്ങനാശ്ശേരിക്കാർ മാറി ചിന്തിച്ചില്ല. 35 വർഷക്കാലം മണ്ഡലത്തിന്റെ പ്രതിനിധിയായ CFനെ ഇക്കുറിയും അവർ തെരഞ്ഞെടുത്തു. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പുറമെ ആരോഗ്യമേഖലയുടെ വളർച്ചയ്ക്കുമുള്ള പദ്ധതികൾക്കാണ് CF തോമസ് MLA മുൻഗണന നൽകുന്നത്. ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൽ അനുഭവപ്പെടുന്ന കുടിവെള്ള പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പുതിയ പദ്ധതികൾ ഗവൺമെന്റിൽ സമർപ്പിച്ച് അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കും. ജനറൽ ആശുപത്രിയിലെയും നമ്മുടെ പഞ്ചായത്തുകളിലെ പബ്ലിക് ഹെൽത്ത് സെന്ററുകളിലെയും കുറിച്ചിയിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെയും ചികിത്സാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ചങ്ങനാശ്ശേരിയുടെ സ്വപ്ന പദ്ധതിയായ പടിഞ്ഞാറൻ ബൈപ്പാസിന്റെ പൂർത്തീകരണത്തിനായി പരിസ്ഥിതി സമിതിയുടെ അനുവാദം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പടിഞ്ഞാറൻ ബൈപ്പാസ് ചങ്ങനാശ്ശേരിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. നെൽവയലിൽ കൂടി കടന്നു പോകുന്ന ബൈപ്പാസ് ആയതുകൊണ്ട് പരിസ്ഥിതി അനുവാദം കൂടി ആവശ്യമാണ് എന്ന് കായിക പ്രേമികളുടെ ചിരകാലാഭിലാഷമായ സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കും. തെക്കുംകൂർ രാജവംശത്തിന്റെ ആസ്ഥാനമായ പുഴവാത് കേന്ദ്രമാക്കി പൈതൃക മ്യൂസിയം യാഥാർത്ഥ്യമാക്കുമെന്നും CF തോമസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാലവർഷം സജീവമായതോടെ ഇടുക്കി, കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിലെ കൃഷിപ്പാടങ്ങളും സജീവമായി. ഓണം വിപണി ലക്ഷ്യം വെച്ചുള്ള കൃഷിക്ക് ഇത്തവണ സർക്കാർ സഹായം ഉണ്ടാകുമെന്ന വിശ്വാസവും കർഷകർക്കുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിഷമായ പച്ചക്കറികൾ സർക്കാർ തടഞ്ഞാൽ തങ്ങളുടെ വിളകൾക്ക് മികച്ച വില ലഭിക്കുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. കാലവർഷം സജീവമായതോടെ കാന്തല്ലൂരിലെ കൃഷിഭൂമികളിൽ ഓണവിപണി ലക്ഷ്യം വെച്ച് പച്ചക്കറി കൃഷിയും സജീവമായി. ശീതകാല പച്ചക്കറി വിളയുടെ കലവറയായ കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിൽ ഇത്തവണയും കൂടുതൽ കർഷകരും ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് തുടങ്ങി വിളകളാണ് കൃഷി ഇറക്കുന്നത്.
കീടനാശിനി പ്രയോഗം പരമാവധി ഒഴിവാക്കിയാകും ഇത്തവണത്തെ കൃഷി. വിഷാംശമുള്ള പച്ചക്കറികൾ വിപണിയിലെത്തിയാൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന കാര്യം തിരിച്ചറിഞ്ഞാണ് കൃഷിക്കാരുടെ മുന്നൊരുക്കം. പ്രകൃതി കനിഞ്ഞാൽ അടുത്ത ഓണം നാളുകളിൽ കേരളത്തിന്റെ ആവശ്യത്തിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിലെ കർഷകർക്ക് കഴിയുമെന്ന വിശ്വാസവും ഇവർക്കുണ്ട്. കഴിഞ്ഞ വേനൽ കാലത്ത് നന്നായിട്ട് ഒരു വരച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ കൃഷിയൊക്കെ എല്ലാം പോയി, വെള്ളം പോലും ഇല്ലാതാണ് കിടന്നത്. ഈ മേടമാസത്തിൽ ഒരു 2 മഴ കിട്ടി. ആ മഴ കിട്ടിയത് കൊണ്ട് ഇപ്പം ഞങ്ങളെ പാടങ്ങളൊക്കെ എല്ലാം ഒരുക്കി, കൃഷിസ്ഥലങ്ങളൊക്കെ എല്ലാം ഒരുക്കി വിത്തിടലും ക്യാരറ്റിടലും ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ഈ കൃഷിയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. ഈ കൃഷിൻ്റെ സംഭവിച്ച് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അപ്പോൾ ഓണം ആ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഓണത്തിൻ്റെ സംഭവിച്ചാണ് ഇപ്പോൾ കൃഷി എന്ന് വെച്ചാൽ ആ മഴയും ഈ കാലാവസ്ഥയും നന്നായിട്ട് ഒത്തുകിട്ടിയ ഓണത്തിൻ്റെ നമ്മളെവിടെയും വേറെ സംസ്ഥാനത്ത് പോയി അന്വേഷിക്കേണ്ട, ഇവിടെ കാന്തല്ലൂരിൽ തന്നെ ഈ കേരളത്തിനുള്ള പച്ചക്കറി ഓണത്തെ സമയത്ത് എടുക്കാനുള്ള സംവിധാനം കിട്ടും. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ഓണവിപണി സജീവമാകുമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ട്. ഓണവിപണി ലക്ഷ്യം വെച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിഷാംശമുള്ള പച്ചക്കറിയുടെ വരവ് സർക്കാർ തടഞ്ഞാൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയും കർഷകർ വെച്ചു പുലർത്തുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.